പക്ഷേ കുമാരന് വിളിയോ? ആരാ? അവൻ വരുമ്പോ പറയണം ഗംഗാധരമേനോൻ വന്നിരുന്നു വീട്ടിലോട്ടൊന്ന് വരാന്. അച്ഛൻ ഇപ്പൊ പണിക്കൊന്നും പോകുന്നില്ല. മോളെ, ഞാൻ പണിക്ക് വിളിക്കാനൊന്നും വന്നതല്ല. ഞാനിവിടെ ഇല്ലായിരുന്നേ. അപ്പം ഞാൻ വന്നപ്പോഴാണ് അറിഞ്ഞത് അവൻ അസുഖമായിട്ട് കിടക്കുകയാണെന്ന്. അപ്പം അവനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് ഞാൻ. നീ കുമാരൻ്റെ മൂത്ത മോളാ അല്ലയോ? നീ നിൻ്റെ അപ്പച്ചിയുടെ കൂടെ തമിഴ്നാട്ടിൽ വളർന്നതല്ലേ? അപ്പം എന്നെ അറിയാൻ വഴിയില്ല. അപ്പം കുമാരൻ വരുമ്പോൾ പറഞ്ഞാൽ മതി മേനോൻ വന്ന് തിരക്കിയിരുന്നു. മേനോനോ എന്ന് വെച്ചാ? ഇപ്പോഴും ഉണ്ടോ ഈ വാലൊക്കെ? ഇതുകൊണ്ട് എന്തുവാ പ്രയോജനം? മോളെ, നിന്റെ അച്ഛൻ കുമാരനും ഞാനും ഒരേ ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ചു വന്നവരാ. അന്ന് ഞാനൊക്കെ അറന്ത പട്ടിണി കിടക്കുന്ന സമയത്ത് കുമാരൻ്റെ വീട്ടിൽ ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടായിരുന്നു. എന്താ കാര്യം? അവൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒന്ന് പണിയുണ്ടായിരുന്നു. വാലുള്ളതിൻ്റെ കാരണത്താൽ ഞങ്ങൾക്കൊന്ന് പണിക്ക് പോകാൻ പറ്റത്തില്ല. ഈ വാലുള്ളതിൻ്റെ പേരിൽ സർക്കാരും ഞങ്ങൾക്കൊന്നും തന്നിട്ടില്ല. പക്ഷെ അതും നിന്റെ അച്ഛന് കിട്ടിയിട്ടുണ്ട്. സ്വന്തമായിട്ട് അധ്വാനിച്ച് ചില കാശുണ്ടാക്കി നിവർന്ന് നിന്നതേ വാലിൻ്റെ ബലം കൊണ്ടൊന്നുമല്ല. പിന്നെ നീ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നീ അറിയാൻ വേണ്ടി ഞാൻ ഒന്നുകൂടെ പറയാം. എൻ്റെ തന്തയുടെ വാലാ ഞാൻ വെച്ചേക്കുന്നത്. എൻ്റെ മക്കൾക്ക് അത് വേണോ വേണ്ട എന്നുള്ള അവർ തീരുമാനിക്കും. അവർ വെക്കുവോ വെക്കാതിരിക്കുവോ എന്ത് വേണേലും ചെയ്തോട്ടെ. എൻ്റെ പേരിൻ്റെ അറ്റത്ത് വാലുണ്ടെന്നും പറഞ്ഞ് വടക്കേത്തോട്ടിൽ കുമാരൻ്റെ മോള് കിടന്ന് കാവടി ആടണ്ട. പിന്നെ മോളെ, നിന്റെ അനിയന്റെ ആശുപത്രി ചെലവിന് വേണ്ടി കുമാരൻ കിടന്ന് നെട്ടോട്ട് ഓടിയപ്പോഴേ മൊത്തം കാശ് കൊടുത്തത് ഞാനാടി, ഈ മേനോൻ. അപ്പോഴും ഈ വാൽ ഇവിടെ തന്നെ ഉണ്ടായിരുന്നടി.